ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 35 വയസ്സിന് ശേഷം ഒരു 35+ അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചോ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവും. നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിഗ്മെന്റേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ സ്കിൻ നല്ലപോലെ നമുക്ക് ആ ഒരു ആൻറ്റി ഏജിങ്ങിൻ്റെ ഏർലി സൈൻസ് ഒക്കെ കുറയ്ക്കാനും അതൊന്ന് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് സഹായിക്കും. അപ്പോൾ നമുക്ക് നല്ലപോലെ ആൻറ്റി ഏജിങ്ങിന് സഹായിക്കുന്ന കുറച്ച് നല്ല സ്കിൻ കെയർ പ്രൊഡക്ട്സുകൾ നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒട്ടും നേരം വൈകണ്ട നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സപ്പോസ് നമ്മൾ ആൻറ്റി ഏജിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചോ. ആദ്യം തന്നെ വരിക എന്ന് പറയുന്നത് റെറ്റിനോളിനെ കുറിച്ചായിരിക്കും. റെറ്റിനോളിൻ്റെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെറ്റിനോയിൻ ക്രീം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഓയിൽമെന്റ് ഇല്ലേ, 10-250 രൂപയുടെ ആ ഒരു ഓയിൽമെന്റിന്റെ ആഫ്റ്റർ ആൻഡ് ബിഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മളിപ്പോൾ ഡോക്ടറോടൊന്നും ചോദിക്കാതെ നിങ്ങൾ പിഗ്മെന്റേഷൻ പോവാൻ അല്ലെങ്കിൽ ആന്റി ഏജിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മാറ്റം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും അത് യൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മിനിറ്റ് ഇതൊന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഈ ട്രെറ്റിനോയിൻ ക്രീം എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ്. ഭയങ്കര പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിധം ഭയങ്കര പവർഫുൾ ആണ്. അതായത് നമുക്ക് ഒരു വട്ടം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ പിറ്റേ ദിവസം ഒരു ആഴ്ചത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് നീറ്റിലും പുകച്ചിലും നമ്മുടെ ആ ഒരു സ്കിന്ന് ഔട്ടർ ലെയർ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പീലായി പോവും. അങ്ങനെയുള്ളൊരു ക്രീമാണിത്. ഭയങ്കര പവർഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ ഡോക്ടറോടൊന്നും ചോദിക്കാതെ നിങ്ങൾ ഒരിക്കലും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, ഇത് ഭയങ്കരമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു സാധനമാണ്. ഭയങ്കര മെയിൻ്റെനൻസ് ആവശ്യമുള്ള ഒരു സാധനമാണ്. ഒട്ടും നമുക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ സാധാരണ വീട്ടിൽ നമ്മൾ ഈ ഹോം റെമഡീസ് ഒക്കെ ചെയ്യൂലേ, നമ്മൾ ഈ മഞ്ഞള്, കടലമാവ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും നമുക്ക് ഒരു സ്കിന്നിൽ പച്ചവെള്ളം തൊടുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് നമുക്ക് ചുട്ടുപൊള്ളാൻ തുടങ്ങും. അത്രയ്ക്കും നമുക്ക് പ്രശ്നമുള്ളൊരു സാധനമാണ് ഈ ട്രെറ്റിനോയിൻ. എപ്പോഴും നമുക്ക് ഡോക്ടറോട് ചോദിക്കാതെ ഈ സാധനം നിങ്ങൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്ത് പോയി എന്നുണ്ടെങ്കിൽ, അതായത് യൂസ് ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ അത് ഇപ്പം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യുക. അത്രയും നിങ്ങൾ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു 2-3 വട്ടമായിട്ട് തന്നെ നമ്മൾ സൺസ്ക്രീൻ ഇടുക. അത്രയ്ക്കും ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ് ആ സാധനം. അപ്പോൾ ഞാൻ ഒരിക്കലും ഞാൻ ഇത്രയും നാളായിട്ടും ഞാൻ ആ സാധനം മാത്രം നിങ്ങൾ ഒരിടത്തും ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അത്രയ്ക്കും ഭയങ്കര നമ്മൾ എങ്ങാനും ഇതൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഈ വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെയും ഭയങ്കര പണി കിട്ടും. പിന്നെ നമുക്കിതിന് പകരമായിട്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ റെറ്റിനോൾസ് അടങ്ങിയിട്ടുള്ള സിറം അതേപോലെ തന്നെ ക്രീമുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് മറ്റേനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി പവർ കുറവായിരിക്കും, കോൺസെൻട്രേഷൻ കുറവായിരിക്കും, കുറച്ച് അധിക കാലം നമ്മൾ യൂസ് ചെയ്യണം. എന്നാലും പക്ഷെ നമ്മൾ നല്ലപോലെ റിസൾട്ട് ഉണ്ടാക്കുന്ന ഇതൊക്കെ തന്നെയാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓലയുടെ ഒരു ക്രീം ഉണ്ട്, ഒരു റെഡ് കളർ. ഞാൻ ഇവിടെ പിക്ചർ കൊടുക്കാം. അത് നല്ലതാണ്. കുറച്ച് അധിക കാലം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അതിന്റെ തന്നെ സിറം ഉണ്ട്, അത് നല്ലതാണ്. പിന്നെ ന്യൂട്രജീനയുടെ ഈ ഒരു കോംബോ നല്ലതാണ്. ഇവരുടെ ഈ ഒരു വിസിബിൾ റിപ്പയർ സിറം, റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു സിറും അതേപോലെ തന്നെ ഇതിന്റെ ക്രീമും രണ്ടും നല്ലതാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസം ഇങ്ങനെ നമ്മൾ ഇടവിട്ട് ഇപ്പോൾ ഒരാഴ്ചയിൽ ഇപ്പൊ ഞാനിപ്പോ ഇന്ന് ബുധനാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ശനിയാഴ്ച നമ്മൾ അടുത്തത്, അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ സ്കിന്നിൽ ഇത് ഗ്രാജുവലി ആണ് നമ്മളിത് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പാടുള്ളൂ കേട്ടോ. ഈ സംഭവമൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയ കാരണം നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു 40+ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഒരു കോംബോ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഓലയുടെയും അതേപോലെ തന്നെ ഇങ്ങനത്തെ ബ്രാൻഡിന്റെ ഒക്കെ നല്ലതാണ്. അപ്പൊ എന്തായാലും നമ്മളുടെ ആന്റി ഏജിങ് റൂട്ടീനിൽ നിങ്ങൾ ഈ ഒരു റെറ്റിനോൾ സംഭവങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് യൂസ് ചെയ്യണത് വലിയ സംഭവമൊന്നല്ല. ഇപ്പൊ ഇത് നോക്ക്, ഇത് 30 ml ഒരു കുപ്പിയല്ല, കുപ്പി വലിയ കുപ്പിയാണ്. പക്ഷെ 30 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പകുതി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ഇത് കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു 2, 3, 4 മാക്സിമം ഒരു 4 തുള്ളി മാത്രം, ഒരു 4 ഡ്രോപ്സ് മാത്രം എടുത്താൽ മതി. അതേ കണ്ടോ,
ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു സംഭവമാണ് വരിക. അത് നമുക്ക് ഇതേ കണ്ട ഒരു മാക്സിമം ഒരു 4 തുള്ളി നമുക്ക് എടുത്താൽ മതി. കഴുത്തിലേക്കും നമ്മളുടെ മുഖത്തേക്കും ആവശ്യമായിട്ടുള്ളത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. രാത്രി മാത്രം കേട്ടോ. അതേപോലെ തന്നെ അതിന് പറ്റിയിട്ടുള്ള ഈ ഒരു ക്രീമും കൂടി ആകുമ്പോൾ നല്ല വർക്ക് ചെയ്യും. അത് ഒരു മോയ്സ്ചറൈസർ ആയിട്ടും വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ 2 കോംബോ ഇതിന് വേണ്ടിയിട്ട് നല്ലതാണ്. ഈ റെറ്റിനോൾ സംഭവങ്ങളൊക്കെ നമ്മൾ രാത്രിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പകല് നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മുഖം നന്നായി കഴുകി തുടച്ചതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഈ സെരാവിയുടെ അടിപൊളി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ നല്ല ഓയിലിയാണ്, പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. നമ്മുടെ മേക്കപ്പിന്റെ അടിയിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. അങ്ങനെയുള്ളൊരു പ്രത്യേക ടെക്സ്ചറാണ്. അപ്പോൾ ഇത് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇത്തിരി തിക്കാണെന്ന് മാത്രം, കുറച്ചിങ്ങനെ തിക്കായിട്ട് ഇരിക്കുന്നു മാത്രം. പക്ഷെ നമ്മുടെ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങനെ അബ്സോർബ് ആവും. അങ്ങനത്തെ ഒരു പ്രത്യേക ടെക്സ്ചറാണ്. അപ്പൊ ഇത്രയും വലിയൊരു കുപ്പിയല്ല, ഒരു ടബിന് തന്നെ നമ്മൾ 1500 രൂപയാണ്. 1/2 കിലോന്റെ ടബാണ് ഓൾമോസ്റ്റ്. ഇത് തീരാൻ തന്നെ 6-7 ഒരു വർഷത്തിന്റെ അടുത്ത് വരും. അപ്പോൾ എന്തായാലും ഇത് വർത്താണ്. പക്ഷെ നിങ്ങളുടെ ഭയങ്കര ഓയിലിയാണ്, ഇത്രയ്ക്കൊന്നും തിക്ക് ആവശ്യമില്ല, എനിക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ന്യൂട്രിജനയുടെ ഈ ഒരു മോയ്സ്ചറൈസർ നല്ലതാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഒരു വാട്ടർ ബൂസ്റ്റ് എന്നാണ് ഇതിന്റെ പേര് തന്നെ. നല്ലൊരു ഭയങ്കര ഒരു ഹൈഡ്രേഷൻ, അങ്ങനത്തെ ഒരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിന് നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ. ഇത് 1/2 കിലോന്റെ ടബിന് 1500 രൂപയാണെന്നുണ്ടെങ്കിൽ ഇത് 50 ml തന്നെ 1000 രൂപ വരുന്നുണ്ട്. പക്ഷെ നല്ല കിടിലൻ മോയ്സ്ചറൈസർ ആണ്. ഇതിന് പക്ഷെ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇതിന് ഇത്തിരി സ്മെല്ലുണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൂ. പക്ഷെ അടിപൊളിയാണ്. ഇതും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ഓയിലി സ്കിന്നാണ്, ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പക്ഷെ എല്ലാവർക്കും യൂസ് ചെയ്യാം, എത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതിനുശേഷം നല്ലൊരു സൺസ്ക്രീൻ. റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വീട്ടിലൊക്കെ നിൽക്കുമ്പോഴൊന്നും ഇടാറില്ല കേട്ടോ. ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ സൺസ്ക്രീൻ ഇടാറുണ്ട്. നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓക്കെ, നിങ്ങൾ റെഡിയാണ്, ഞാൻ നല്ല ഒത്തിരി കോസ്റ്റ്ലി ആയാലും കുഴപ്പമില്ല, നല്ലൊരു സൺസ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ അടിപൊളിയാണ്. ബ്യൂട്ടി ഓഫ് ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ഭയങ്കര അങ്ങനെ എന്താ പറയാ, വാട്ടറി ടെക്സ്ചർ ആണ് സംഭവം. ഞാനിത് കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര വാട്ടറി പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആണിത്. പക്ഷെ നല്ല പോലെ വർക്കാവും. നമ്മുടെ സ്കിന്ന് ഒരിക്കലും ഡള്ളാക്കില്ല. അതായത് ഇങ്ങനെ എന്താ പറയുക, ഡള്ളാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ നല്ല സ്കീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആകെ ഇരുണ്ട് ഭയങ്കര ഓയിലി ആക്കി ഭയങ്കരമായിട്ട് സ്വെറ്റ് ആക്കി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ഇത് പക്ഷെ ഒരു കുഴപ്പമില്ല. ഭയങ്കര കണ്ടോ ഇങ്ങനെ വാട്ടറി ടെക്സ്ചറാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത്തിരി പ്രൈസ് ഉണ്ട്, ഒരു 1000 റുപ്പീസിന്റെ അടുത്ത് വില വരുന്നുണ്ട്. ഇത്രയും പ്രൈസ് കൊടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു സൺസ്ക്രീൻ ആണ് UV ഡോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ. അത് ഞാൻ കുറെ കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് പല ബ്രാൻഡുകൾ വരുമ്പോൾ നമുക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഇരിക്കുന്ന കാരണം പല ബ്രാൻഡുകളും നമുക്ക് ഇട്ട് നോക്കിയാലല്ലേ നമുക്കിപ്പോ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വരുന്ന കുറെ ബ്രാൻഡുകൾ ഉണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് UV ഡോക്സ്. ഞാൻ അതിന്റെ പിക്ചർ കൊടുക്കാൻ നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ നമ്മൾ കുറെ കാണിച്ചിട്ടുണ്ട്. UV ഡോക്സ് എന്നാണ് ആ ഒരു ഇതിന്റെ പേര്. ഞാൻ ഇവിടെ കൊടുക്കാം. അത് നല്ല കിടിലൻ മോയ്സ്ചറൈസർ ആണ്. കുറച്ച് ഒരു ഇത്രയ്ക്ക് ഇതേപോലത്തെ ഒരു ടെക്സ്ചർ അല്ലാന്നുണ്ടെങ്കിലും പക്ഷെ നമ്മളുടെ ഒരു സ്കിന്നിലൊക്കെ നല്ല പോലെ ഇരിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരുന്ന SPF 50 ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഏകദേശം നമുക്കൊരു 500 രൂപന്റെ അടുത്ത് വില വരുന്നുണ്ട്. പക്ഷെ നല്ല സൺസ്ക്രീൻ ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാത്തിന്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്താലാണ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ആന്റി ഏജിങ് എന്നൊക്കെ അറിയാലോ, നമ്മുടെ പെട്ടെന്ന് ഒരു ദിവസം ഒരു മാസം ഒന്നും യൂസ് ചെയ്താലൊന്നും നമുക്ക് പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടൂല. എങ്ങനെ പോയാലും നമുക്ക് കുറച്ചു കാലം അടുപ്പിച്ച് നമ്മൾ യൂസ് ചെയ്താലാണ് നമുക്ക് അതിന് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കൂടി കാണാം.